എന്റെ തല മാത്രല്ല, ഇവിടെ ഉള്ള എല്ലാവരുടെ തലയിലും അങ്ങനെ തന്നെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. എന്നെ തന്നെ വായാടിന്ന് വിളിച്ചിരിക്കുന്നു, അത് ഓക്കെ, ഞാൻ പോട്ടേന്ന് വെക്കാം. പക്ഷെ എന്നെ ഒരുപാട് തവണ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, അതെന്തിനായിരുന്നു? ആദ്യ ആക്ച്വലി അതെന്താന്ന് വെച്ചാ. ഓ സാരില്ല, വിട്ടേക്ക്. എന്റെ അറിവ് വെച്ച് വായാടിന്ന് വിളിക്കുന്നത് വേറെ ആരെയാണല്ലോ. അതൊക്കെ പോട്ടെ, ചേട്ടനിപ്പോ എവിടെയാ? ഇവളാ വിളിക്കുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോ കോൾ എടുക്കില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയൊന്ന് രക്ഷപ്പെടുക? എനിക്കാണെങ്കിൽ കള്ളൊന്നും കിട്ടുന്നുമില്ല. ഹലോ ചേട്ടാ, ഈ ചോദ്യം ചോദിച്ചപ്പോ തന്നെ സിഗ്നലൊക്കെ പോയോ? ചേട്ടനിപ്പോ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ ഓഫീസിലേക്ക് പോവാ മോളെ. എന്ത് ഓഫീസിലേക്കോ? വാഷ്റൂമിലേക്ക് പോവാണെന്നല്ലേ പറഞ്ഞത്? സത്യത്തിൽ ഞാൻ വാഷ്റൂമിലേക്ക് പോയത്, പക്ഷെ പെട്ടെന്ന് അർജന്റായിട്ട് കോള് വന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയത്. ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ മോളെ പുറത്തേക്ക് പോകുന്നത്? എന്താന്ന് വെച്ചാ ഒരു കള്ളം മാത്രല്ലേ പറഞ്ഞിരിക്കുന്നേ. ആദ്യം പറഞ്ഞ കള്ളം തന്നെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പിന്നെ പറഞ്ഞ കള്ളങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ പോലും പിന്നെയും കള്ളം പറഞ്ഞല്ലേ പറ്റൂ ചേട്ടാ. ഇല്ല ആദ്യ, ശരിക്കും ഓഫീസിലേക്ക് പോകുന്നത്. ചേട്ടന്റെ ഇവിടെയല്ലേ ഉള്ളത്? അവൻ പോലും അറിയാതെ എന്തിനാ ഇപ്പൊ അർജന്റായിട്ട് ഓഫീസിലേക്ക് പോയത്? അതും എമർജൻസി. എനിക്ക് തോന്നുന്നത് ചേട്ടൻ എന്തോ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയുന്നതായിട്ട് തോന്നുന്നേ. അപ്പൊ പിന്നെ ഇത് നല്ലൊരു ചാൻസാ, പറയേട്ടാ. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല മോളെ. ഞാൻ എന്തിനാ വെറുതെ നിന്നോട് കള്ളം പറയുന്നത്? ഞാൻ മോളോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല ആദ്യ. Are you calling me a liar, ആദ്യ? അയ്യോ, ഞാൻ എന്തിനാ ചേട്ടൻ അങ്ങനെയൊക്കെ പറയുന്ന? നോക്ക്, എനിക്ക് അർജന്റ് വർക്കുണ്ട്. ഞാൻ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. ഇപ്പൊ നീ എന്നെ ലയർ എന്നൊന്നും വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മോളെ. ബൈ. ഹലോ, എന്റെ സ്വന്തം വീട് കുറച്ച് ദൂരെയാണ്. ഇത് എന്റെ ഭർത്താവിന്റെ മുത്തച്ഛന്റെ കാലത്തുള്ളതാണ്. ഞങ്ങളാണ് ഇവിടെ ആദ്യം വീട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ ഏരിയ മുഴുവൻ ഒറ്റവരി വീടുകളായി മാറി. പിന്നെ ഒട്ടും സ്ഥലം ഇല്ലാതെയായി. നിങ്ങളുടെ ഏരിയ പോലെ അത്രയ്ക്ക് സ്ഥലമൊന്നുമില്ല. ഇത് കുറച്ചുകൂടെ ചെറിയ വീടാണ്. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കാൻ വന്നതല്ലല്ലോ. ഒരു വീടെന്ന് പറഞ്ഞ ആഡംബരത്തിന് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. സമാധാനം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നിങ്ങളിപ്പോ ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതല്ലേ, അത് തന്നെ നല്ലൊരു സംസ്കാരം. നമ്മളെവിടെ താമസിക്കുന്നു എന്നതിലല്ല, ഞങ്ങളെ ജീവിക്കുന്നു എന്നതിലാണ്. സിനിമയിലെ ഹീറോയിനെ പോലെയാണല്ലോ എന്റെ ചേച്ചിയുടെ എൻട്രി. ദിവ്യ, എന്താ മോളെ ഇത്ര ലേറ്റ് ആയത്? ദിവ്യ, നിന്നെ കാണാൻ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുമെന്ന് എത്ര പ്രാവശ്യം നിന്നോട് വിളിച്ചു പറഞ്ഞതാ? നീ എവിടെയായിരുന്നു? അമ്മ എനിക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടായോ? അതൊന്നും സാരമില്ല ജാനകി, അവക്ക് ക്ലാസ് ഉണ്ടായിട്ടല്ലേ. വിട്ടേക്ക്, അവളിങ്ങെത്തിയല്ലോ. ഇവള് എന്റെ മൂത്ത മകള് ദിവ്യ. നല്ല അടക്കോ ഒതുക്കോ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ജീവിക്കുന്ന കുട്ടിയാ അവള്. മാത്രമല്ല കുറച്ച് മേക്കപ്പ് കൂടുതലാന്നേ ഉള്ളൂ. അത് ശരിയാണ്. ഞാൻ എന്താ അവരുടെ വീട്ടിലേക്ക് പോവാണോ? ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ മനസ്സിൽ എന്തൊക്കെയാ പോകുന്നു ദൈവത്തിന് മാത്രമേ അറിയൂ. ഇവളെ കാണുമ്പോൾ തന്നെ അറിയാം, മഹാലക്ഷ്മി പോലെ തന്നെയുണ്ട്. ദിവ്യ, വേഗം പോയിട്ട് വാ മോളെ. പോയി ചായ കൊണ്ടുവാ. അടുക്കളയിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കോടികളുടെ ബന്ധം ഞാൻ നോക്കുന്നേ.
ഇതേതോ ചില്ലറ ബന്ധമാണല്ലോ. ഥു. അമൂല്യ, ഞങ്ങളുടെ ഏരിയ രാജാക്കന്മാരുടെയാ. സിനിമകളുടെ ഒക്കെ മിനിയേച്ചർ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ലോകത്തുള്ള എല്ലാ സൂപ്പർ ഹീറോസിനെയും ഒരിടത്ത് ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റും. വാ, ഈ ഏരിയ, എന്റെ റൂം, എന്റെ വീട് എല്ലാം കാണിച്ചു തരാം. വാ, എന്നാ അങ്ങോട്ട് പോവാ. നിങ്ങളുടെ മകനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. പയ്യനെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. നിങ്ങളുടെ ഈ ഏരിയ സത്യത്തിൽ ശരിക്കും സ്പെഷ്യൽ ഏരിയ. സത്യം പറയുവാണെങ്കിൽ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെടുന്നെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ആൾക്കാർ എന്തൊക്കെ കഷ്ടത്തിലാണെന്ന് മനസ്സിലാവുന്നേ. അവരുടെയൊക്കെ കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരു കുഴപ്പമില്ല. ഒരു കണക്കില് ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി. പക്ഷെ എനിക്കാണെങ്കിൽ നിങ്ങളുടെ അച്ഛനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹത്തിന് നിങ്ങളെ ഓർത്ത് എത്ര അഭിമാനം അല്ലേ. പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും ഒട്ടും ചെറുതല്ലെന്നാ പറയുന്നേ. പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ വളർത്തുന്ന കാര്യത്തില് എന്റെ അച്ഛൻ തന്നെയാ ബെസ്റ്റ്. നിങ്ങളുടെ അച്ഛനെ നിങ്ങളെ അങ്ങനെ തന്നെയല്ലേ വളർത്തിയത്? നിങ്ങളെ കണ്ടാ തന്നെ അറിയാം അത് എത്രത്തോളം നല്ല രീതിയിലാണെന്ന്. എനിക്കും അത് നന്നായിട്ട് അറിയാം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാ, എന്നെ ഇങ്ങനെ വളർത്തിയതിന് അച്ഛനോട് ഒരുപാട് പേർക്ക് ദേഷ്യം. ചില ആൾക്കാരുടെയൊക്കെ വിചാരം പെമ്മക്കൾ എന്ന് പറഞ്ഞ വീട്ടിലിരുന്ന് പറയുന്നതെല്ലാം അനുസരിക്കണം, കീ കൊടുക്കുന്ന പാവയെ പോലെ ആവണം. ബൈ ചാൻസ് ഇനി അങ്ങനെ അല്ലെന്ന് വെച്ചോ, ഏതോ അന്യഗ്രഹ ജീവികളെ നോക്കുന്ന പോലെ നമ്മളെ നോക്കുന്നത്. അതൊക്കെ വിട്ടേക്ക്. ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അവരുടെ കാഴ്ചപ്പാടില് ഇതൊന്നും ശരിയല്ലല്ലോ. നമ്മൾ അഹങ്കാരികളും വായാടികളും ആണെന്നല്ലേ പറയുന്നേ. നീ പറഞ്ഞത് ശരിയാ. ഇത് നമ്മുടെ ജീവിതമല്ലേ, അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടല്ലേ ജീവിക്കേണ്ടത്. നമുക്ക് നമ്മുടേതായ ഫീലിങ്സ് ഇല്ലേ. നമ്മുടെ കണ്ണീര് കണ്ട് അത്രയങ്ങ് സന്തോഷിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അത് തന്നെ ശരി. പെണ്ണിന്റെ കണ്ണീർ കഥകള് ഇനി ആരും കണ്ട് സന്തോഷിക്കണ്ട. പെൺകുട്ടികൾ ഹൈറ്റിലെത്താൻ പാടില്ല. എപ്പോഴും അവരുടെ കാൽ കീഴിലിരുന്ന് അവർക്ക് വേണ്ടി ജീവിക്കണം. നീ സൂപ്പറാണല്ലോ. 5 ഡയലോഗ് ഒക്കെ ആണല്ലോ പറയുന്നത്. ഇനിയും കുറെ ഉണ്ട്. ഇപ്പോഴേ ഓഫ് ആവല്ലേ. എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ പറ, എങ്ങനെയുണ്ട് എന്റെ വീട്? കുറച്ച് ചെറുതാ. ഏയ്, അങ്ങനെയൊന്നുമില്ല. വീട് ചെറുതാണെങ്കിലും സന്തോഷം ഒരുപാട് വലുതായിരിക്കും. പക്ഷെ വലിയ വീടാണെങ്കിൽ എപ്പോഴും പ്രശ്നവും മുഖത്തേക്ക് പോലും നോക്കാത്ത ആളുകളും ആയിരിക്കും. ഭഗവാന്റെ എല്ലാ സൃഷ്ടികൾക്കും സന്തോഷം കണ്ടുപിടിച്ച് ജീവിക്കാനുള്ള കഴിവുണ്ട്. അത് മനസ്സിലാക്കാതെ എല്ലാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചെറിയ വീടാണെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാട് നാളുണ്ടാവില്ല. മുഖത്തോട് മുഖം നോക്കാതിരിക്കാനും പറ്റില്ലല്ലോ. എന്ത് പിണക്കുണ്ടായാലും ഒരുപാട് നാൾ നീണ്ടുപോയില്ല. ശരിയാ പറഞ്ഞത്. നീ ഒരു മോളാണോ? നിങ്ങൾ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരണം. എന്റെ വീട്ടിൽ ഒരിക്കലും സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. തല പൊട്ടി പോകുന്ന പോലെ. എന്റെ വീട്ടില് 4 പെൺകുട്ടികളാ ഉള്ളത്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. സോ അവള് അവരുടെ വീട്ടിലാ. പിന്നെ ഉള്ളത് കണ്ണൻ ചേട്ടനാ. ഞങ്ങളുടെ വീട്ടിലെ ചേട്ടനാ അത്. നിന്റെ വർത്താനം കേട്ടിട്ട് നിങ്ങൾ ചേച്ചി അനിയത്തിമാരും ധ്രുവൻ ചേട്ടനും ഒക്കെ ഭയങ്കര കമ്പനിയാണെന്ന് തോന്നുന്നു. ഒരുമിച്ച് സന്തോഷം കഷ്ടപ്പാടും ആവുമ്പോ ആരാണെങ്കിലും ക്ലോസ് ആയി പോയില്ലേ. ഞങ്ങൾ എല്ലാരും അങ്ങനെയാ, ഒരുമിച്ചായിരിക്കും. പക്ഷെ ഞങ്ങളുടെ വീട് ഡിഫറെന്റാ. എന്റെ ചേച്ചി സോഫ്റ്റാ. അവർക്ക് കഷ്ടപ്പാടൊന്നും പറ്റിയില്ല. അച്ഛനില്ലാത്തതുകൊണ്ട് കുറച്ച് വാശി കൂടുതലാ. അതുകൊണ്ട് തന്നെ അവള് കഷ്ടപ്പെടാതിരിക്കാൻ ഞാനെല്ലാം ചെയ്യും. അച്ഛൻ എന്നെ ഒരു മകനായിട്ട് തന്നെ വളർത്തിയിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോ ഞാൻ അവളുടെ അനിയത്തിയാ. പക്ഷെ അവക്ക് ഞാൻ എന്നും ഒരു ചേട്ടനാ. നിങ്ങളുടെ ഈ ഷോപ്പിന്റെ കീച്ചയും കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു കീച്ചെയിൻ മാത്രം മതി. നിങ്ങളുടെ ഭർത്താവിനെ പോലെ ഈ പയ്യനും കണ്ടക്ടറാണോ? അല്ല, അവൻ ഡ്രൈവറാ. എന്നാ ബസ്സിലല്ല. അവനിപ്പോ സ്വന്തമായിട്ടൊരു ഓട്ടോ ഉണ്ട്.
എന്താ മോളെ ദിവ്യ ഇത്? നോക്കിയൊക്കെ കൊണ്ടുവരണ്ടേ? ശ്രദ്ധിക്കാതെ കൊണ്ടുവന്നിട്ടല്ലേ അത് താഴെ വീണത്. നിങ്ങൾ ക്ഷമിക്കണേ, അവളുടെ കൈ തട്ടി താഴെ വീണതാ. ഇത് തുടച്ചിട്ട് വേറെ കോഫി ഇട്ട് കൊണ്ടുവരാം. ആ, ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം. എന്താ പറ്റിയേ? എന്താ ഒരു ശബ്ദം കേട്ടെ? എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഈ വീട്ടിൽ എന്റെ ഇഷ്ടത്തെക്കുറിച്ച് ആർക്കും യാതൊരു വിലയില്ല. ഈ അമ്മ ചെയ്യുന്നത് നോക്ക്. ഏതോ ഒരു ഓട്ടോ ഡ്രൈവറെ എന്റെ തല കെട്ടിവെക്കുന്നു. അതെനിക്ക് താല്പര്യമില്ല. ദിവ്യ, പതുക്കെ സംസാരിക്കേ. വെറുതെ ഓരോന്നും വിളിച്ചു പറയണ്ട. മുത്തശ്ശി, എല്ലാം ആലോചിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നേ. എനിക്ക് മരിക്കുന്നത് വരെ ഇതുപോലൊരു വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനോട് യാതൊരു താല്പര്യമില്ല. എനിക്ക് ഇവരെ മകന് കല്യാണം കഴിക്കണ്ട, കാണാനും താല്പര്യമില്ല. നോക്കുമോളെ, ആരെയും തൊഴിലിന്റെ പേരിൽ അപമാനിക്കാൻ പാടില്ല. വീട്ടിൽ വന്നവരുടെ മുന്നിൽ നാണം കെടുത്താനാണോ പുറപ്പാട്? ആദ്യം പെരുമാറാൻ പഠിക്കും. ആൾക്കാരെ മനസ്സിലാക്കി നന്നായിട്ട് ജീവിക്കാൻ പഠിക്കും. ഇവിടെ രാപ്പകല് സത്യം മെക്കാനിക്ക് പണി ചെയ്തിട്ടാ നമ്മുടെ വീട് കഴിഞ്ഞു പോകുന്നത്. ഐ ഡോണ്ട് കെയർ അമ്മ. എനിക്കിതൊന്നും നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഡ്രൈവർ, കണ്ടക്ടർ, കൂലിപ്പണിക്കാര് എല്ലാവരും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാ. അവർക്കൊന്നും എന്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, അവരുടെ കൂടെ കഷ്ടം അനുഭവിക്കാൻ ഞാനും ഒരുക്കമല്ല. ദിവ്യ, നീ ഇനി ഒരു വാക്കുപോലും മിണ്ടി പോകരുത്. ഈ വീട്ടിൽ എനിക്ക് വേണ്ടി ഇനി ഇതുപോലുള്ള കൂലിപ്പണിക്കാരെ കല്യാണ ബന്ധമൊന്നും കൊണ്ടുവരാൻ നിൽക്കരുത്. എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ആരും നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞു? അമ്മു, വാ നമുക്ക് പോവാം. ഇപ്പൊ തന്നെ പോവാച്ചാ. പക്ഷെ ഒരു മിനിറ്റ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുമായിട്ട് ഒരു ബന്ധം വേണ്ടെന്നല്ലേ മേഡം ഇപ്പൊ പറഞ്ഞേ? നമുക്ക് ഇവർക്ക് കുറച്ച് സജഷൻ കൊടുത്തിട്ട് പോവാം.